شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ് വഅലാ അലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ളവരെ, നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇപ്രകാരമാണ്: ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക് വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. നന്മ എന്ത്, അതേപോലെ തന്നെ തിന്മ എന്ത് എന്ന് നബി നമുക്ക് വിശദീകരിച്ചു തരുന്ന വളരെ ചെറിയ ഒരു ഹദീസാണിത്. എന്താണ് പുണ്യം, എന്താണ് നന്മ? പുണ്യം എന്നതിന് നബി ഒറ്റ വാചകത്തിൽ വിശദീകരിച്ചത് ഹുസ്നുൽ ഖുൽഖ് എന്നുള്ളതാണ്, സൽസ്വഭാവം എന്നതാണ്, നല്ല സംസ്കാരം പാലിക്കുക എന്നതാണ്. നോക്കൂ, ഇസ്ലാമിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാട് നല്ല സ്വഭാവം, നല്ല സംസ്കാരം, സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ള ഏതേതു പ്രവർത്തനങ്ങളും വ്യക്തിയുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ നന്മ കാക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ നിലനിൽക്കുക എന്നതാണ് പുണ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തിന്മ എന്താണ്? മാ ഹാക്ക ഫി നഫ്സിക്. അതും ഓരോ വ്യക്തിക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന, തിരിച്ചറിയാവുന്ന, നമുക്ക് തന്നെ നമ്മളുടെ തിന്മ എന്ത്, നമ്മൾ മാറി നിൽക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാവുന്ന അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു വന്നു. അൽ ഇസ്മു മാ ഹാക്ക ഫി നഫ്സിക് വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. തിന്മ എന്നത് നിൻ്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന, ഒരു നീ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്ന, അത് വേണ്ടിയിരുന്നില്ല എന്ന ഒരു ആത്മനഷ്ടത്തിൻ്റെ, ഒരു ഖേദം തോന്നിപ്പിക്കുന്ന എന്തു കാര്യമുണ്ടോ അതിനെയാണ് നമുക്ക് തിന്മ, പാപം എന്ന് പറയാൻ സാധിക്കുക. അപ്പം മതപരമായ ഒരു വ്യവച്ഛേദനത്തിൽ പുണ്യവും പാപവും എന്ത് എന്നത് എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ് ഒരു പുണ്യമായി മാറുക? അതാണ് സൽസ്വഭാവത്തോടു കൂടി എല്ലാവരുടെ മുമ്പിലും നല്ല നിലക്ക് പെരുമാറുന്ന ഏതൊരു കാര്യവും നന്മയാണ് എന്ന് തിരിച്ചറിയുകയും നമ്മളുടെ മനസ്സിന് തന്നെ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിനെ തന്നെ വേദനിപ്പിക്കുന്ന, ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന കാര്യം, അതാണ് പാപം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. ഒരു കാര്യം കൂടി നബി പറഞ്ഞു, മറ്റൊരാളുടെ മുമ്പിൽ നീ ചെയ്ത ആ കാര്യം പ്രദർശിപ്പിക്കേണ്ടി വരുന്നൊരു സാഹചര്യം നീ വെറുക്കുന്നുണ്ടോ? ആളുകളുടെ മുമ്പിൽ ചെയ്യാൻ നീ ആഗ്രഹിക്കാത്ത കാര്യമാണോ സ്വകാര്യമായി നീ ചെയ്യുന്നത്? അതൊരു പാപമാണ് എന്ന് തിരിച്ചറിയുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. മതപരമായ പാഠങ്ങൾ, ആത്മീയമായ പാഠങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും പുണ്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതാണല്ലോ നമ്മളുടെയൊക്കെ മുമ്പിലുള്ള ഒരു വലിയ ആവശ്യം. അപ്പോൾ ആ കാര്യത്തിൽ പുണ്യങ്ങളുടെ ലോകത്തേക്ക് സഞ്ചരിക്കുകയും പാപങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ സ്വയം അകന്നു നിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാനദണ്ഡമാണ്, ക്രൈറ്റീരിയയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞു വന്നത്. അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.